എനിക്കൊന്ന് മില്യൺസ് വ്യൂസ് ഒക്കെ ഉണ്ട് അതിന്. തലേന്ന് ഇതെങ്ങനെയാണ് നമ്മൾ വാടാണ്ട് സൂക്ഷിച്ച് വെക്കാൻ നന്ന വീതം കോർത്ത് വെക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കുടയും, കുറച്ച് മതി. പിന്നെ കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, 4000 രൂപ കടക്കാരുടെ കൂലിയല്ലേ, മാല കെട്ടുന്നവരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അമ്മേനെ കൊണ്ട് മാല കെട്ടിപ്പിക്കാനിരുന്നായിരുന്നു ഞാൻ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കല്യാണമാല കെട്ടിയ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുറേ പേര് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് മില്യൺസ് വ്യൂസ് ഒക്കെ ഉണ്ട് അതിന്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ബോക്സിൽ വന്നത് ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയായി എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ പ്രൊഫഷണലായിട്ടൊന്നും കെട്ടിയതല്ല, അത്യാവശ്യം നമുക്ക് മുല്ലപ്പൂവൊക്കെ കെട്ടാൻ അറിയാമല്ലോ, ആ ഒരു ഊഹം വെച്ചിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ കെട്ടിയെടുത്ത മാലയാണ്. അപ്പം ഇങ്ങനെയാണ് ഞാൻ മാല കെട്ടിയത്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിയത്, കല്യാണത്തലേന്ന് ഇതെങ്ങനെയാണ് നമ്മൾ വാടാണ്ട് സൂക്ഷിച്ച് വെക്കുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വലിയ മാലയ്ക്ക് വേണ്ടിയിട്ടല്ല പൂ വാങ്ങിയിട്ടുള്ളത്. ഞാൻ അത്യാവശ്യം അതെങ്ങനെയാണ് കെട്ടുന്നതെന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആൻഡ് അതിന് വേണ്ടിയിട്ട് ഉള്ള കുറേ മുത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. പിങ്ക് റോസിൻ്റെ റെഡ് റോസിൻ്റെ രണ്ടിൻ്റെ മാല കെട്ടിയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ റെഡ് റോസ് ആണ് വാങ്ങിയിരിക്കുന്നത്. ജിപ്സം ഫ്ലവർ വാങ്ങിയിട്ടുണ്ട്. ഇത്രയും ജിപ്സം ഫ്ലവറിന് 50 രൂപയാണ് കേട്ടോ. ഈ ഒരു റെഡ് റോസിന് ഇപ്പം ഞാൻ വാങ്ങിയപ്പോൾ 20 രൂപയായിരുന്നു. അതുപോലത്തെ ചെറിയ റിബൺ വേണം. പിന്നെ ഞാൻ മാലയുടെ അറ്റത്ത് ബാക്കിലേക്ക് ഓർക്കാനായിട്ടും ചുട്ടിക്ക് ഓർക്കാനായിട്ടും ഇതുപോലെ വൈറ്റ് പേൾസ് വാങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് അരി വർക്ക് ചെയ്യുന്ന മെറ്റീരിയലൊക്കെ മേടിക്കുന്ന കടയിൽ അവിടെ നിന്ന് വാങ്ങിയതാണ്. ദെൻ ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതെന്തിനാണെന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ ദേ ഇതുപോലൊരു ടോയിൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു സൂചി ഇട്ടും, ചെറിയ ഓട്ടയുള്ള സൂചിയല്ല, അതെ ഇതുപോലത്തെ നമ്മുടെ കൊട്ട സൂചിയൊക്കെ ഇല്ലേ, അതിൻ്റെ പോലത്തെ ആ ഓട്ടയുള്ള ടൈപ്പ് സൂചിയായിട്ടാണ് വാങ്ങേണ്ടത്. നമുക്ക് ഈ റിബണൊക്കെ കോർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഓട്ടയുള്ള സൂചി വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് മേക്ക് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് കാണാം. അതിൻ്റെ അറ്റം ചേർത്തിട്ട് ഇതേ റെഡ് റോസ് എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ചുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ വേണ്ട ഇവിടെ ഈ ടോയിൻ നൂലാട്ടോ എടുത്തേക്കുന്നത്. ഒരു റെഡ് റോസ് എടുത്തു, അതിൻ്റെ അടിവശത്ത് ഒന്ന് ഇതുപോലെ സൂചി കയറ്റി ഇറക്കി. ഇവിടെ ഈ ഒരു കെട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്ത് കയറി അങ്ങനെ കിടന്നോളും. ചെറിയ മുത്ത്, വലിയ മുത്ത്, ഇതുപോലത്തെ ഏത് മുത്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്കിനി ഇതിൻ്റെ മുകളിലായിട്ട് കോർത്ത് വെക്കാം. എന്നിട്ട് 1 2 3 മൂന്നെണ്ണം ഇതേ കോർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് നീളം ഇട്ടിട്ട് ഇത് കട്ട് ചെയ്യുന്നു. ഇപ്പം ഞാൻ ചുട്ടിക്ക് വേണ്ടിയിട്ട് ഇതേ 2 റെഡ് റോസ് എടുക്കുന്നുള്ളൂ കേട്ടോ. 2 ചുട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കിത് മാല ഇട്ടാം. ജിപ്സം ഫ്ലവർ നമുക്ക് 2 രീതിയിൽ ഇതിൽ അറ്റാച്ച് ചെയ്ത് വെക്കാം. ഞാൻ 2 രീതിയും കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏതാ എളുപ്പമെന്ന് വെച്ചാൽ അത് ചെയ്യും. ഇതുപോലെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇതിൻ്റെ തണ്ടേ ഇതുപോലെ കുറച്ച് വെള്ളത്തിനകത്ത് മുക്കി വെച്ചിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് വാടാണ്ടിരിക്കും കേട്ടോ. ഫ്ലവർ ചെറിയ പീസുകളൊക്കെ ഇതിപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തണ്ട് നമുക്ക് കെട്ടാൻ പാകത്തിന് കുറച്ച് തണ്ട് വെച്ചിട്ട് കട്ട് ചെയ്തിടണം. ജിപ്സം ഫ്ലവർ നമുക്ക് 2 രീതി അറ്റാച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ടോയിൻ എടുത്തിട്ട് അങ്ങോട്ടൊരെണ്ണം വെക്കുക, ഇങ്ങോട്ട് ഒരെണ്ണം വെക്കുക, 2 സൈഡിലേക്കും വെച്ചിട്ട് ഇതിങ്ങനെ കറക്കി ഇതിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവരണം. എന്നിട്ട് ഈ സംഭവമില്ലേ അത് ഇങ്ങനെ ഒന്ന് നമ്മൾ ഒരു നൂലിൻ്റെ പുറത്തൂടെ മറ്റേ നൂല് വെക്കത്തില്ലേ, ആ നൂലിങ്ങനെ വെച്ചിട്ട് ആ ഒരു ഓട്ടയിൽ കൂടെ ഇതിങ്ങനെ കയറ്റിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ സെക്യൂറായിരുന്നോളും. ഇനി ഇതറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം, നമ്മൾ ഒരു ചെറിയ ഹോൾ ഇടുക. ഇതുപോലെ ഒരു ഹോള് ഇങ്ങനെ കെട്ടി വലിച്ച് മുറുക്കി കെട്ടാൻ പറ്റുന്ന രീതിയിൽ. എന്നിട്ട് ഈ ഒരു ഹോളിലോട്ട് 1 2 ഈ രീതിയിൽ നമുക്ക് കെട്ടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ 2 രീതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു അകലത്തിൽ നമ്മൾ ജിപ്സം ഫ്ലവർ കെട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ വെക്കുന്നത് എളുപ്പമായിരിക്കും. ഇതാണ് ഒരു രീതി. അപ്പം ഞാൻ ഇങ്ങനെ ഒരു 3 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. 1 3 മാല കെട്ടാനായിട്ട് ഈ റിബൺ ആട്ടോ സൂചിയിൽ കോർത്തെടുത്തേക്കുന്നത്. നമുക്ക് ടോയിൻ നൂലിലും കെട്ടാം. പക്ഷെ നമ്മൾ ഇടുമ്പോഴത്തേക്കേ നമുക്ക് മാലയ്ക്കൊരു ബലം തോന്നണ്ടേ, അതിനാണ് ശരിക്കും ഞാൻ ഈ ടോയിൻ നൂലിൽ മാറ്റിയിട്ട് ഈ ഒരു റിബൺ എടുത്തത്. ഇതെനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ 2 സൈഡിലുള്ളതും ഈ സൈഡിലുള്ളത് സെപ്പറേറ്റ് കെട്ടിയിട്ട്
അത് രണ്ടും കൂടെ കൂട്ടി കെട്ടിയിട്ട് നമ്മൾ ചുറ്റിയിട്ടാണ് ചെയ്യുന്നത്. മാലയുടെ മുകൾ വശത്തും താഴ്വശത്തും ദേ ഇതുപോലെ കുറച്ച് വള്ളി ഇട്ടേക്കണം കേട്ടോ. അത് നമുക്ക് കൂട്ടി കെട്ടാനും അതുപോലെ മുത്ത് കോർത്തെടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ റിബൺ എടുക്കുക, റിബൺ ദേ സൂചിയിൽ കോർത്തിട്ട് കുറച്ച് വള്ളി ഇട്ടിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഇതുപോലെ കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഈ റിബണിൽ നമ്മൾ ദേ ഒരു റെഡ് റോസ് കോർത്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ മുകളിലിട്ട് ജിപ്സം ഫ്ലവർ വെക്കണം. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ, അല്ലാതെ വേറൊരു വഴിയാണ്. നമുക്ക് അങ്ങനെ കെട്ടുന്നതിന് പകരം ദേ ഇതുപോലെ ഇതിൻ്റെ ബാക്കിലോട്ട് 2 ജിപ്സം ഫ്ലവർ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ഇതുണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചോ. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ എടുക്കാം. എടുത്തിട്ട് നമ്മൾ ആ നേരത്തെ ആ റൗണ്ട് കാണിച്ചില്ലേ, ആ റൗണ്ട് എടുത്തിട്ട് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ കണ്ടോ ഇതിരുന്നോളും, ഇങ്ങനെ ഇരുന്നോളും. അടുത്ത റെഡ് റോസ് എപ്പോഴും മുകൾ വശത്തൂടെ മണ്ടയ്ക്കോട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത് കയറ്റി കണ്ടോ ആ ജിപ്സം ഫ്ലവറും റെഡ് റോസും കൂടി ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ അടുത്തത് കയറ്റി പിന്നെ നമ്മൾ നേരത്തെ കെട്ടി വെച്ചത് നമ്മളിതുപോലെ സൂചിയിൽ കോർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കെട്ടിൻ്റെ നടുക്കൂടെ അതും ഇങ്ങനെ ഇരുന്നോളും. കെട്ടിയിട്ട് ഈ സൂചിക്കകത്തൂടെ കയറ്റിയെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ 2 ഓപ്ഷനിലും നമുക്ക് ചെയ്യാം. ഞാൻ സൈഡിലെ മാലയും ചുട്ടിയും റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് ഇതൊരു സൈഡിലേക്ക് ഇത് നമ്മുടെ ചുട്ടിയാണ്. ഇനി നമുക്ക് ഈ മാലയുടെ ഈ സൈഡിലായിട്ട് മുത്തും കോർക്കണം. ഇവിടെ നമുക്ക് ചുട്ടിയും കെട്ടി വെക്കണം. ആ ഒരു പ്രോസസ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാല തീരും. ചുട്ടി അങ്ങ് കോർക്കാം. ചുട്ടി കോർക്കാനായിട്ട് ആദ്യം നമ്മൾ ഈ മാല രണ്ടും കൂടെ കെട്ടാണ്. ആ റിബൺ കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ സാധാരണ വള്ളിയൊക്കെ കൂട്ടി കെട്ടത്തില്ലേ, അതേപോലെ തന്നെ ഒന്ന് കൂട്ടി കെട്ടിയെടുത്താൽ മതി. ആദ്യം നമ്മൾ മാല 2 സൈഡിലെ മാല തമ്മിലാട്ടോ കൂട്ടി കെട്ടേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചുട്ടി കെട്ടാം. മാല ശരിക്കും ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അതായത് മുകളിലോട്ട് വേണം നമ്മുടെ ഫ്ലവർ ഇരിക്കാനായിട്ട്. അതെപ്പോഴും നോക്കിയാണേ, തല തിരിഞ്ഞ് പോകരുത്. ദെൻ നമ്മുടെ ചുട്ടി എടുക്കുന്നു. ചുട്ടി ലാസ്റ്റ് ബാലൻസ് വരുന്ന വള്ളിയൊക്കെ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാം. ചുട്ടാ നൂല് കാണാത്ത പാകത്തിന് നല്ല രീതിയിലൊന്ന് മുറുക്കി അത് കെട്ടിയെടുക്കണം കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ചുട്ടി കെട്ടാനല്ലാതെ എളുപ്പമാണ്. കട്ട് ചെയ്തുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ മാലയുടെ ചുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിന് പകരം ഈ മുത്തുകളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ 1-2 ഫോട്ടോസ് കാണിച്ചേക്കാം. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറിയ മുത്ത്, വലിയ മുത്ത്, അങ്ങനത്തെ ഇതുപോലത്തെ മുത്തുകൾ ഏതുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ മാലയുടെ ചുട്ടി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മുത്തും കൂടെ കോർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ മുത്ത് കോർക്കാനായിട്ട് അതിൽ ബാലൻസ് വന്ന ആ റിബണിലോട്ട് നമുക്ക് ആദ്യമേ സൂചി കോർത്ത് കൊടുക്കാം. എന്നിട്ട് 1 2 3 4 നമ്മൾ 4 മുത്ത് കോർത്ത് കൊടുത്തിട്ടുണ്ട്. 1 2 ഈ സൈഡിൽ ഞാൻ കോർക്കാൻ വെച്ചിരുന്ന 2 മുത്ത് എവിടെയോ ഉരുണ്ട് പോയി ഗൈസ്. അപ്പം ഇതുപോലെ നമുക്ക് വേണ്ടത്ര മുത്ത് കോർക്കണം കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഈ സൈഡിൽ 2 മുത്ത് കോർക്കാനായിട്ട് എനിക്ക് നിർവാഹം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ കെട്ടാണ്. അപ്പം നിങ്ങൾ കോർക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ കോർക്കണം. കോർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കെട്ടുക. ഇതുപോലൊന്ന് കെട്ടുക. ദെൻ ഈ ഒരു രീതിയിൽ കെട്ടി ബാക്കിൽ വെച്ചാൽ മതി. മാക്സിമം ചെറുതായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ ബാക്കിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാല മേക്കിംഗ് പരിപാടി കഴിഞ്ഞു. ഒരുപാട് നൂലിട്ടേക്കണ്ട കേട്ടോ, ചിലപ്പോൾ അത് വൃത്തികേടായിരിക്കും. ആൻഡ് ഇതുപോലാണ് നമ്മുടെ മാല വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. കണ്ടില്ലേ ഗൈസ്? ഈ ഒരു രീതിയിൽ നമ്മൾ കോർത്താണ് മാല കെട്ടിയത്. കുറച്ച് പൂകൊണ്ട് കെട്ടിയതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ അന്ന് കെട്ടിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ 10 റെഡ് റോസ്
വീതമായിരുന്നു ഒരു സൈഡിൽ സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ ഇവിടെ 10, ഇവിടെ 10, ചുട്ടിക്ക് 3, പിന്നെ മുത്ത് വന്നിട്ട് ടോട്ടൽ 12 മുത്ത്, ഒരു സൈഡിൽ 6, 6ഉം 12 വെച്ച് കിട്ടി. നമ്മളിപ്പോൾ മുത്ത് റീസെൻ്റ്ലി യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാല ഇടുമ്പോഴത്തേക്കും തലയുടെ പൊക്കത്ത് ഇങ്ങനെ വന്ന് കിടക്കുമ്പോഴത്തേക്കും മുടി ഇങ്ങനെ പമ്മിയിരിക്കും, അല്ലെങ്കിൽ മുടിയുടെ അകത്തൂടെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം ഇങ്ങനെ അകത്ത് കയറുമ്പോഴത്തേക്കും മുടി പൊങ്ങിയിരിക്കും. അപ്പം ഇത് രണ്ടും ഒഴിവാക്കാനായിട്ട് നമ്മളിപ്പോൾ ഈ മുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുടി പൊക്കി ഇതിനകത്തൂടെ മാല ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്നോളും. മാലയല്ലേ, മുത്തല്ലേ, അപ്പോൾ അത്രയും ഇങ്ങനെ മുടി പൊങ്ങിയിരിക്കത്തില്ല. അപ്പം നമ്മൾ കെട്ടുമ്പോഴത്തേക്കും നമുക്ക് കഴുത്തിൻ്റെ ആ ഒരു അളവ് അനുസരിച്ചിട്ട് ഇവിടം വരെ എത്രയാണോ വേണ്ടത് ആ ഒരു രീതിയിൽ മുത്ത് കോർത്തെടുത്തിട്ട് ആ ഒരു അളവെടുത്തിട്ട് മുത്ത് കോർത്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ വന്ന് കിടന്നോളും. ഈ ഒരു ഫോട്ടോസിലൊക്കെ കണ്ടില്ല, അതേപോലെ കിടന്നോളും. അത് കുറേ പേര് കമൻസിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ഇത് ഞാൻ എപ്പോഴാണ് കെട്ടിയത്, ഇത് എങ്ങനെയാണ് ഞാൻ വാടാണ്ട് സൂക്ഷിച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഇന്നാണ് കല്യാണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഉച്ചയായപ്പോഴത്തേക്കാണ് കെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു പുതിയ പ്ലാസ്റ്റിക് കവർ എടുക്കും, അതിലേക്ക് കുറച്ച് വെള്ളം കുടയും, കുറച്ച് മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് കുടഞ്ഞെടുത്തിട്ട് നമ്മുടെ പൂവിലേക്കും കുറച്ച് വെള്ളം കുടയും, പൂവിലേക്കും കുറച്ച് വെള്ളമൊക്കെ കുടഞ്ഞിട്ട് മാല പ്ലാസ്റ്റിക് കവറിലേക്ക് ഇതുപോലെ എടുത്തിട്ടിട്ട് ഒരു മാല ഒരു കവറിൽ വെച്ചിട്ടാണ് ഇട്ടത്. ഇതിങ്ങനെ ഒന്ന് കെട്ടിവെക്കും എയർ കയറാണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാടാതിരുന്നോളും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മാല വാടാണ്ട് സൂക്ഷിച്ച് വെച്ചതും. പിന്നെ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ 14,000 രൂപയ്ക്ക് കടയിൽ കൊടുക്കുന്ന മാല 3 മാല ഞാൻ 2,000-2,500 രൂപയ്ക്ക് കിട്ടിയപ്പോഴത്തേക്കും 14,000 രൂപ കടക്കാരുടെ കൂലിയല്ലേ, അവരുടെ ടൈമിൻ്റെ വിലയല്ലേ എന്ന്. ശരിക്കും ആണ്, ഞാനത് ലാസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോസിലെല്ലാം. അവർ കെട്ടുന്ന 3 മാല കെട്ടാനായിട്ട് 3-4 മണിക്കൂർ എടുക്കും. ആ ഒരു മണിക്കൂറിൻ്റെ വില തന്നെയാണ് അവരിടുന്നത്. ഞാനത് റെസ്പെക്റ്റും ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ കെട്ടിയപ്പോൾ എനിക്കായ ഒരു എമൗണ്ട് ഞാൻ മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ അമ്മ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അമ്മേനെ കൊണ്ട് മാല കെട്ടിപ്പിക്കാനിരുന്നായിരുന്നു ഞാൻ. ഇപ്പോൾ അത് പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് മാല ജസ്റ്റ് കെട്ടി അതിട്ടു. ആ ഒരു രീതിയിൽ ഞാൻ ആ വീഡിയോ ഇട്ട് മെൻഷൻ ചെയ്തതാണ് ഞാൻ. അതുപോലെ കുറേ അപ്കമിങ് ബ്രൈഡ്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങളും മാല കെട്ടാൻ പോവാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കുറേ ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയുടെ ട്യൂട്ടോറിയൽ അവർക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് DM ചെയ്താലും മതി, ഞാൻ അതിനൊക്കെ മാക്സിമം റിപ്ലൈ തരാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.